മന്നം സമാധിയിൽ പുഷ്പാർച്ചന അനുവദിക്കാത്ത അനുഭവം ഉണ്ടായെന്ന ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ ആരോപണത്തിനെതിരെ NSS. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഇപ്പോൾ വിവാദമാക്കിയതിനു പിന്നിൽ കുബുദ്ധി. സന്ദർശന സമയത്ത് മികച്ച സ്വീകരണമാണ് നൽകിയതെന്നും NSS. സന്ദർശനത്തിന്റെ ഫോട്ടോ NSS പുറത്തുവിട്ടായിരുന്നു ആനന്ദബോസിന് നേരെയുള്ള വിമർശനം. സനോജ് ചേരുകയാണ്. സനോജ്, NSSന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അവിടെ അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഇപ്പോൾ വിവാദമാക്കിയതിന് പിന്നിൽ ആനന്ദബോസിന്റെയോ അതിന് പിന്നിലുള്ളവരുടെയോ കുബുദ്ധിയാണെന്ന്. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ഷമ്മി, NSS അങ്ങനെ സംശയിക്കുന്നതിൽ അത് കുറ്റം പറയാൻ കഴിയുകയില്ല. ഡൽഹിയിൽ നടന്ന മന്നം ജയന്തി ആഘോഷ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് വർഷങ്ങൾ മുമ്പ് നടന്ന ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെടുത്തി NSSനെ അല്ലെങ്കിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ ഒരു പ്രസംഗം ആനന്ദബോസ് നടത്തിയത്. ആനന്ദബോസ് നടത്തിയ പ്രസംഗത്തിന് ബദലായിട്ടാണ് ഇപ്പോൾ NSSന്റെ നിന്ന് പറയപ്പെടുന്ന ഫേസ്ബുക്ക് പേജിലൂടെ അന്ന് നടന്ന സംഭവ വികാസത്തിന്റെ ഫോട്ടോ സഹിതം പുറത്തുവിട്ടുകൊണ്ട് മറുപടി നൽകിയിട്ടുള്ളത്. ആ ഫോട്ടോയിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആനന്ദബോസിനെ കാറിന്റെ അടുത്തെത്തി സ്വീകരിക്കുകയും യാത്രയാക്കുകയും ചെയ്യുന്നതിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് പറയുന്നത്, ആ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത്, വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ വിവാദമാക്കുന്നതിന് പിന്നിൽ അല്പം കുബുദ്ധി ഉണ്ട് എന്നാണ്. അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റും. കാരണം CV ആനന്ദബോസ് ദേശീയ തലത്തിൽ BJPയുടെ നോമിനിയായിട്ടാണ് ബംഗാൾ ഗവർണറായി മാറിയിട്ടുള്ളത്. സ്വാഭാവികമായും BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന വിലയിരുത്തലാണ് NSS ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. മന്നസമാധിയിൽ പുഷ്പാർച്ചന സമർപ്പിക്കുന്നത് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അത് ആരുടെയും കുറ്റമല്ലെന്നും ഈ ഫേസ്ബുക്ക് പേജിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാറിൽ കയറി ടാറ്റ പറഞ്ഞു പോയിട്ട് ഇപ്പോൾ വേറൊരു വേദിയിൽ പരാതി പറയുന്നത് അതിൽ ദുഷ്ടലാക്കുണ്ട്. അനുമതി ചോദിച്ചിട്ടും അനുവദിച്ചില്ലെങ്കിൽ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നാം. സന്ദർശന സമയത്ത് മികച്ച സ്വീകരണമാണ് നൽകിയത് എന്നും NSS കുറിപ്പിൽ, ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഇവിടെ വന്ന് ജനറൽ സെക്രട്ടറിയുമായി സംസാരിച്ചതിനു ശേഷം വരുന്നു, ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, തിരിച്ച് യാത്രയാക്കുന്നു. പുഷ്പാർച്ചന നടത്തണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയോ ചെയ്തില്ല. സ്വാഭാവികമായും അദ്ദേഹം പുഷ്പാർച്ചന നടത്താനാണ് എത്തിയതെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം കാര്യം മറന്നുപോയി മടങ്ങിപ്പോയതാവാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് NSSനുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് CV ആനന്ദബോസിന്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്ന നിലപാടിലാണ് NSS ഉള്ളത്. ഷമ്മി. സനോജ്, മറ്റ് പല ഹിന്ദു സമുദായ സംഘടനകളെയും കൈപ്പിടിയിലാക്കിയതുപോലെ NSSനെ കൈപ്പിടിയിലാക്കാൻ കിട്ടാത്തതിൻ്റെ ദേഷ്യം പല കോണുകളിൽ നിന്നും NSSനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പണ്ടങ്കോ നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ അതിൽ തന്നെ CV ആനന്ദബോസിന് യഥാർത്ഥത്തിൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണമെന്ന താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം അദ്ദേഹം അത് ചെയ്തിട്ട് വേണം പിന്നീട് ചായ കുടിക്കാൻ കാര്യം പറയാനും നിൽക്കേണ്ടത്. പക്ഷേ അതല്ല ഉണ്ടായത്. അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് NSS ജനറൽ സെക്രട്ടറിയും അത്തരത്തിൽ കാര്യങ്ങൾ ചോദിച്ചില്ല. പക്ഷേ മാന്യമായ സ്വീകരണം അദ്ദേഹത്തിന് അവിടെ നൽകിയെന്ന് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതാണ് NSSന്റെ ഈ സംശയം. കാരണം ഊഷ്മളമായ സ്വീകരണം CV ആനന്ദബോസിനെ NSS ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി സ്വീകരണം നൽകി. പിന്നീട് അന്നൊന്നും പരാതി പറയാതിരിക്കുകയും അല്ലെങ്കിൽ പുഷ്പാർച്ചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു സമീപനവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കുകയും ചെയ്തിട്ട് വർഷങ്ങൾക്ക് ശേഷം അന്ന് നടന്ന ഒരു സംഭവ വികാസം ഇപ്പോൾ രാഷ്ട്രീയ വിവാദമാക്കുന്നതിന് മുന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ട്. ആ ദുഷ്ടലാക്ക് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് എന്നുള്ളതാണ് NSSന്റെ വിലയിരുത്തൽ. നമുക്കറിയാം, പല വിഷയങ്ങളിലും NSSന്റേതായ നിലപാട് സ്വീകരിക്കാറുണ്ട്. അത് രാഷ്ട്രീയം നോക്കാതെ NSSന്റെ നിലപാട് തുറന്നു പറയാറുണ്ട്. ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പോലും NSS രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത് വളരെ പക്വതയോടുകൂടിയാണ്. കാരണം ആ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൃത്യമായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സർക്കാരിന്റെയും കോടതിയുടെയും മേൽനോട്ടം കൃത്യമായി ഉണ്ട്. അത് ശരിയായ ദിശയിൽ പോവുകയാണ്. അത് രാഷ്ട്രീയ നിലപാട് എന്ന് പറയപ്പെടുന്നത് ശരിദൂരമാണ്. ആ നിലപാടിൽ ഇപ്പോഴും മാറ്റം ഉണ്ടായിട്ടില്ല. അതിൽ NSS ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴും NSS അങ്ങനെ നിലപാട് സ്വീകരിച്ച് അത് കോൺഗ്രസിനെ വിമർശിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കുകയും ഭരണത്തിലുള്ള ആളുകളെ വിമർശിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഭരണത്തിലുള്ള ആളുകളെ വിമർശിക്കുകയും BJP വിമർശിക്കേണ്ട കാര്യങ്ങളാണ് BJP വിമർശിക്കുകയും അവർ ആ ഒരു സമയങ്ങളിലെ രാഷ്ട്രീയ നിലപാടുകൾ, അതിലെ ഒരു വസ്തുത എന്താണെന്ന് നോക്കിയാണ് പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും NSS എടുക്കുന്ന നിലപാട് ചില ആളുകൾക്ക് ദഹിക്കുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വിമർശനം
ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടത്തുന്നത് അതിലൊരു ദുഷ്ടലാക്കുണ്ട്, ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് NSS നേതൃത്വമുള്ളത്. ഷമി, ഈ സംഘപരിവാറിന്റെ കാര്യാലയങ്ങളിൽ ചെന്ന് തൊഴുതു നിൽക്കാൻ NSSനെയും അതിന്റെ ഭാരവാഹികളെയും കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു പരാതി, അതിൻ്റെ ഒരു കൊതിക്കറിവ് നന്നായി NSSനെതിരെ പ്രതികരിക്കാൻ ഈ ആനന്ദബോസിനെ പോലെയുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം ആനന്ദബോസ് എങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായി വരുന്നത് എന്നുള്ളതടക്കം. അപ്പോൾ ഇത്തരത്തിൽ നിഷ്പക്ഷരെന്ന് തോന്നിക്കുന്ന ആൾക്കാരെ കൊണ്ട് NSSനെതിരായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. സനോജ്, തീർച്ചയായിട്ടും നോക്കൂ, ഏറ്റവും ഒടുവിൽ NSS മന്നത്തിന്റെ ജയന്തി ആഘോഷം 149ാമത് ജയന്തി ആഘോഷം സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ സിറിയക് തോമസ് ആണ്. മുൻ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം അദ്ദേഹത്തെയാണ്. അപ്പോൾ NSS ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി, ഇതൊരു രാഷ്ട്രീയ സമ്മേളനമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അവിടെ NSSന്റെ ക്ഷണം സ്വീകരിച്ചും അല്ലാതെയും കേരളത്തിന്റെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJPയുടെയും കോൺഗ്രസിന്റെയും ഒരു മുൻനിര നേതാക്കന്മാർ ഒരുമിച്ച് വേദിയിൽ വന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. പലപ്പോഴും അവർക്കൊക്കെ സദസ്സിലിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അവർക്കൊക്കെ പലപ്പോഴും വേദിയിലിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും അങ്ങനെ NSSന്റെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ NSSന്റെ മറ്റ് പരിപാടികളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ വേദിയാക്കാൻ ഒരിക്കലും NSS ആഗ്രഹിക്കുന്നില്ല. അതിൽ NSSൽ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള സാമുദായിക നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. അപ്പോൾ NSSനെ ഒരു രാഷ്ട്രീയ വേദിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിൽ ഈ സുകുമാരൻ നായർ എല്ലാ കാലങ്ങളിലും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത് പല ആളുകൾക്കും ദഹിക്കുന്നില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ NSSനെ വിമർശിക്കുന്ന തരത്തിൽ CV ആനന്ദബോസ് സ്വാഭാവികമായും ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ബംഗാൾ ഗവർണറായി മാറുന്നു. അദ്ദേഹം പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും നരേന്ദ്രമോദിയുടെയും BJPയോടും അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിലും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നിഷ്പക്ഷനാണെന്ന് വരുത്തി തീർക്കുകയും എന്നാൽ കൃത്യമായ രാഷ്ട്രീയം സമൂഹത്തിനിടയിലേക്ക് ചർച്ചയ്ക്ക് വഴി തുറന്നിടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം CV ആനന്ദബോസിന്റെ മുൻകാല സമീപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സമീപനം തന്നെയാണ് ഈ വിഷയത്തിലും ഈ CV ആനന്ദബോസ് നടത്തിയിട്ടുള്ളത് എന്നതാണ് NSSന്റെ ഒരു വിലയിരുത്തൽ. അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അതിലൊരു ദുഷ്ടലാക്കുണ്ട്. ആ ദുഷ്ടലാക്ക് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം NSSനുണ്ട് എന്നുള്ളതാണ് അവർ ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ NSS നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സമദൂര നിലപാട് എന്ന നിലപാടിൽ തന്നെയാണ് NSS ഉള്ളത്. അതിലെ ശരിദൂര നിലപാടാണ് ശബരിമല വിഷയത്തിൽ തങ്ങൾ സ്വീകരിച്ചത്. കാരണം സർക്കാരും ഒപ്പം തന്നെ കോടതിയുടെയും മേൽനോട്ടത്തിൽ ആ വിഷയം സനോജ്, ഈ CV ആനന്ദബോസ് ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചാൽ സാധാരണപ്പെട്ട ഒരു NSS പ്രവർത്തകനെ സംബന്ധിച്ച് അല്പം ഹൃദയവേദന തോന്നും. താനൊരു കരയോഗം NSS നായരാണ്, തനിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവസരം നൽകിയില്ല, അവിടെ കാവൽക്കാരെ കാണാനല്ല തങ്ങൾ പോകുന്നത് എന്നൊക്കെയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് കേട്ടാൽ തോന്നും ഇദ്ദേഹത്തിന് അവിടെ പുഷ്പാർച്ചന നടത്താൻ സുകുമാരൻ നായർ അനുമതി നിഷേധിച്ചു എന്ന വ്യംഗ്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് കേട്ടാൽ സ്വാഭാവികമായും ഈ പറയുന്ന NSS നേതൃത്വത്തിനെതിരെ ഒരു അമർഷമുണ്ടാകാനുള്ള പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ സമർത്ഥമായ രീതിയിലാണ് തന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം ആ നിലപാട് തുറന്നു പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. കാരണം താൻ ഒരു ഗവർണറാണ്, നിഷ്പക്ഷനാണ് എന്ന് വരുത്തി തീർക്കുകയും ഒപ്പം തന്നെ താൻ തന്റെ പൊതുജീവിതം ആരംഭിക്കുന്നതും അല്ലെങ്കിൽ താൻ എന്ന മനുഷ്യനെ വളർത്തി വലുതാക്കിയത് കരയോഗങ്ങളാണ് എന്നും ആ കരയോഗത്തിന്റെ ഭാഗമായി വളർന്ന ആള് എന്ന നിലയിൽ താൻ ആദ്യം നന്ദി പ്രകടിപ്പിക്കേണ്ടത് മന്നത്താചാര്യനെയാണെന്നും അങ്ങനെ മന്നത്താചാര്യനെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ തനിക്ക് പുഷ്പാർച്ചന നടത്താൻ കഴിഞ്ഞില്ല എന്നും അതിൽ ചില ആളുകൾ തടസ്സു നിന്നു എന്ന് പറയുന്നത് NSS നേതൃത്വത്തെയാണ് അദ്ദേഹം മുന്നമെടുത്തത്. പക്ഷേ നമുക്ക് നോക്കൂ, ഇപ്പോൾ NSS പുറത്തുവിട്ട ആ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഫോട്ടോകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എത്ര ഊഷ്മളമായ സ്വീകരണമാണ് അല്ലെങ്കിൽ ഒരു സമുദായ അംഗം എന്ന നിലയിൽ ഒരാൾ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് നടന്നു കയറുമ്പോൾ ആ സമുദായത്തിന് അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് എന്ന നിലയിൽ ആ സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ഇറങ്ങി വന്ന് CV ആനന്ദബോസിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ ഇറങ്ങിച്ചെന്ന് യാത്രയാക്കുകയും ചെയ്യുന്നു. അത്രത്തോളം ഊഷ്മളമായ ഒരു സ്വീകരണവും ആതിഥ്യ മര്യാദയും സ്വീകരിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുറ്റപ്പെടുത്തൽ എന്ന നിലയിൽ ആ CV ആനന്ദബോസിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. വളരെ സമർത്ഥമായ രീതിയിൽ തന്റെ രാഷ്ട്രീയ ലക്ഷ്യം സമൂഹത്തിനിടയിലേക്ക് ചർച്ചയ്ക്ക് വഴി തുറന്നിടുകയും ഒപ്പം തന്നെ NSS നേതൃത്വത്തിലുള്ള എതിർപ്പ് സമുദായ അംഗങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്
സുകുമാരൻ നായർക്കെതിരെ അല്ലെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള സി വി ഉരുവിളിയുണ്ട്. ആനന്ദബോസിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള പ്രതികരണത്തിന് വളരെ കൃത്യമായി തന്നെ NSS മറുപടി നൽകിയിരിക്കുന്നു. സനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.